ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷാനൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതാണ്. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഞാൻ എൻ്റെ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കേനു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊരു ഈവനിങ് സ്നാക്സ് എന്നുള്ള രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് ഇത് എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്താണെങ്കിലും റിസൾട്ട് കാണിച്ചു തരാം. ഇതുണ്ടാക്കാനായി ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മൈദ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തു. അപ്പോൾ ഇത് പാകത്തിന് തന്നെ നന്നായി അരഞ്ഞ് കിട്ടിയിരിക്കണം കേട്ടോ. ഇതൊരു പാത്രത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ചു കുറച്ച് സമയം. പിന്നെ ഞാൻ കുറച്ച് കൊക്കവടി ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാത്രത്തിലേക്ക് ചെറുതായി അരിഞ്ഞ വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മൈദയും കടലമാവും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി വെക്കാം. ചിക്കൻ മസാല ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ടത്. ഇതപ്പോൾ രണ്ട് മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഈ 10 മിനിറ്റിന് ശേഷം നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച മാവുണ്ടല്ലോ അതും കൊണ്ട് ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഇതും കൊണ്ട് ഞാൻ മുരിങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനൊരു ചാനലിൽ നിന്ന് കണ്ടുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ സ്ഥിരം കാണുന്ന ഒരു ചാനലിൽ നിന്നാണ്. അപ്പോൾ ഇത് മൈ വേൾഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടാക്കാനായി ഞാൻ കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല ഇളയ മുരിങ്ങയാണ് കേട്ടോ. നല്ല ഇളയ മുരിങ്ങ ആയതുകൊണ്ട് വലിയ ചളി കാര്യങ്ങളൊന്നുമില്ല, മഴയൊക്കെ ആയതുകൊണ്ട്. എന്നാലും ഞാനൊന്ന് നന്നാക്കി കഴുകി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ തലഭാഗം മാത്രമേ എടുക്കണുള്ളൂ. ചെറുതാക്കി പൊട്ടിച്ചങ്ങാണ്ട് അങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ അത് ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കണത്. കയ്യിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പഴയൊരു ചട്ടിയാണ് കേട്ടോ വെച്ചെടുത്തത്. ഇനി ഇത് പൊരിക്കാനായി നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഈ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ മാവിൽ മുരിങ്ങ എടുത്ത് നല്ലോണം മുക്കി അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ്. എന്തായാലും ഇത് പൊരിച്ച് വരുമ്പോൾ നല്ല ഉഷാറിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ മുരിങ്ങ ഈ മാവിൽ നല്ലോണം മുക്കി കൊടുത്തങ്ങാണ്ട് ഇത് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിന്, ഈ മുരിങ്ങ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവുമോ എന്നുള്ളത്. എന്തായാലും മുരിങ്ങ ഇതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊക്കെ ഒന്ന് വേഗം ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഇനി ഞാൻ കൊക്കവടയും പൊരിച്ചെടുക്കട്ടെ. മുരിങ്ങ പൊരിച്ചെടുത്തപ്പോഴേക്കും മക്കൾ വന്നു കേട്ടോ. അപ്പോൾ അവർ വിചാരം മുളക് ബജിയാണെന്ന് വിചാരിച്ച് സോസും കൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ പുതിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.